ഇരുനിലയുള്ള ഒരു വലിയ വീടിനു മുന്നിൽ അബിയുടെ കാർ വന്നു നിൽക്കെ യാമി കുഞ്ഞോളെ മെല്ലെ തട്ടി വിളിച്ചു. അത്രയും നേരം കണ്ണടച്ചിരുന്നവൾ മെല്ലെ കണ്ണു തുറന്ന് വാടിയൊരു ചിരിയോടെ യാമിയെ നോക്കി. തൊട്ടു മുന്നിൽ തന്നെ രാജശേഖരൻ്റെയും അനിയുടെയും കാറുകൾ നിൽക്കുന്നുണ്ട്. അവരൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നതേയുള്ളൂ. ഹാ ചിത്രേ, ദേ എല്ലാവരും എത്തി കേട്ടോ. സിറ്റൗട്ടിൽ ചാരു കസേരയിൽ ഇരിക്കുകയായിരുന്നു രാമഭദ്രൻ, സുഭദ്രാമ്മയുടെ സഹോദരൻ. നിറഞ്ഞ ചിരിയോടെ അവരെ സ്വീകരിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വീട് മുഴുവൻ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചെറിയ കുട്ടികൾ ആർപ്പുവിളിയോടെ അങ്ങും ഇങ്ങും ഓടി കളിക്കുന്നുണ്ട്. വാ, അൻവി യാമിയെ വിളിച്ചുകൊണ്ട് മെല്ലെ കാലിൽ നിന്ന് ഇറങ്ങി. അത്രയും നേരം അവർക്കൊപ്പം വരാൻ യാതൊരു സങ്കോചം തോന്നാത്തവൾക്ക് ആ വീടും അവിടെയുള്ള ബന്ധുക്കളെയും ഒക്കെ കാണെ ഇവിടെ താൻ തീർത്തും ഒരന്യയാണല്ലോ എന്നൊരു വല്ലായ്മ നിറഞ്ഞു അവളുടെ ഉള്ളിൽ. അഭിമോനെ അജു, എന്താടാ മക്കളെ അവിടെ നിന്നെ? കയറി വാ. അകത്തു നിന്നും ധൃതിയിൽ ഇറങ്ങി വന്ന് രാജശേഖരനെയും സുഭദ്രാമയെയും അനിയും തനുവിനെയും ഒക്കെ അകത്തേക്ക് സ്വീകരിക്കുകയായിരുന്ന ചിത്രം ഏറ്റവും പിന്നിലായി നിൽക്കുന്ന അഭിയും കുഞ്ഞോളെയും അജുവിനെയും നോക്കി കൊണ്ട് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അൻവി. ജീൻസും ക്രോപ്പ് ടോപ്പും ഇട്ട് സുന്ദരിയായൊരു പെൺകുട്ടി അകത്തു നിന്നും ഓടി വന്ന് അൻവിയെ കെട്ടിപ്പിടിച്ചത് പെട്ടെന്നാണ്. യാമി ആ പെൺകുട്ടിയെ കണ്ണെടുക്കാതെ നോക്കി. അത്യാവശ്യം നല്ല മോഡേൺ ആയൊരു പെൺകുട്ടി. അവനെവിടെ? വന്നവരെല്ലാം പുഞ്ചിരിയോടെ നോക്കിയവർ നെറ്റി ചുളിച്ചൊരു സംശയത്തോടെ കുഞ്ഞാളെ നോക്കി. ഓ, അപ്പോൾ ജോലിയും തിരക്കും എല്ലാം ഉപേക്ഷിച്ച് വന്ന ഞങ്ങളെയൊന്നും നിനക്ക് ആവശ്യമില്ല, അവനെയാ വേണ്ടത് അല്ലേ? അഭി ചെറു ചിരിയോടെ മുന്നോട്ട് വന്ന് നോക്കിക്കണ്ട് അവളോട് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു. കാവ്യ ചിരിയോടെ അവനെ ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട് ചോദിച്ചു. പറഞ്ഞില്ലെങ്കിലും പറഞ്ഞതിനെ ധ്വനി അതാണെന്ന് ഞങ്ങൾക്കറിയാം. ആജു ഒരു കുത്തലോടെ പറഞ്ഞുകൊണ്ട് അവരെ കടന്ന് മുന്നോട്ട് നടന്നു. ഈ ചുറിൻ ചേമ്പിന് എന്തിനു കൊണ്ടുവന്നതാ നിങ്ങൾ? കാവ്യ ശബ്ദം മടക്കി ഒരു സ്വകാര്യം പോലെ പറഞ്ഞു. അഭയും കുഞ്ഞോളും അത് കേട്ട് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ല, ചിരിക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. രുദ്രൻ എവിടെ? ഏട്ടൻ വൈകിട്ട് വരും. കുഞ്ഞോൾ അവളെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞു. അതെന്താ അങ്ങനെ? കാവ്യ കെറുവോടെ അഭയെ നോക്കി. അവനെന്തോ അത്യാവശ്യമുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇങ്ങ് വരും. അഭി അവളെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, ജില്ലാ കളക്ടറല്ലേ അവൻ, കാവ്യ കെറുവോടെ പറഞ്ഞു. കളക്ടർക്കില്ല അവൻ്റെ അത്ര തിരക്ക്, അഭി ചിരിയോടെ പറഞ്ഞു. അപ്പോഴൊക്കെയും യാമയുടെ കണ്ണുകൾ കാവ്യ അത്രമേൽ ശ്രദ്ധയോടെ നോക്കി. ശിവ എന്താ ഇവളെ വേണ്ടെന്ന് വെച്ചത്? അവൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇത് യാമയെ നോക്കിക്കൊണ്ട് കാവ്യ പെട്ടെന്ന് ചോദിച്ചതും ഞാൻ ശിവയുടെ ഭാര്യയാണ് എന്നൊരു മറുപടി യാവിടെ ഹൃദയത്തിനുള്ളിൽ നിന്നും തുറന്നു പറയാനാവാതെ വീർപ്പുമുട്ടി. ഇത് യാമി രവീന്ദ്രൻ. ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ്. കുറച്ചു കഴിഞ്ഞാൽ നിനക്കും. അഭി യാമിയെ മെല്ലെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും കാവ്യ അവനെയും യാമിയെയും സംശയത്തോടെ നോക്കി. എന്താടാ, പ്രേമമാണോ? കാവ്യ കണ്ണു ചുരുക്കി സംശയത്തോടെ ചോദിച്ചതും യാമി പിടപ്പോടെ അഭിയിൽ നിന്നും മെല്ലെ ഇത്തിരി അകലമിട്ട് നിന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള യാമി. കാവ്യ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും മുന്നേ കുഞ്ഞോള് പെട്ടെന്ന് പറഞ്ഞു. അതെന്താ, ഫ്രണ്ടിൻ്റെ മോളെ പ്രേമിക്കാൻ പാടില്ലെന്നുണ്ടോ? കാവ്യ കുഞ്ഞോളെ നോക്കി ചൊടിയോടെ ചോദിച്ചു. അങ്ങനെ പാടില്ലെന്നൊന്നുമില്ല, എന്നാലും ഞങ്ങൾ ഇതുവരെ പ്രേമിച്ചു തുടങ്ങിയിട്ടില്ല, അതാ അവൾ അങ്ങനെ പറഞ്ഞത്. അഭി ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. ഇനി തുടങ്ങാലോ അല്ലേ യാമി? കാവ്യ യാമിയെ നോക്കി കണ്ണിറുക്കി കളിയോടെ ചോദിച്ചു. യാമി ആകെ വല്ലാതെ ആയിപ്പോയി. അവളോട് പറയാൻ എന്തൊക്കെയോ മറുപടി നാവിൽ തുമ്പോളം വന്ന് നിൽക്കുന്നുവെങ്കിലും ഒന്നും പറയാനാവില്ലല്ലോ എന്നൊരു തിരിച്ചറിവിൽ മിണ്ടാതെ അവർക്കൊപ്പം നടന്നു. ആ, ഇതാണല്ലേ സുഭദ്ര പറഞ്ഞ കുട്ടി? അകത്തേക്ക് കയറിയതും ചിത്ര യാമിയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ കൂടിയവരെല്ലാവരുടെയും നോട്ടം യാമിയുടെ നേർക്കായി. അവൾക്കാകെ വല്ലാതെ തോന്നിയെങ്കിൽ സരസ്വതിയമ്മയുടെ മുഖം അത്രയും തെളിഞ്ഞു നിന്നു. നിങ്ങൾ വാ, ഇവിടെ നമുക്ക് പ്രത്യേക റോളൊന്നുമില്ല. യാമിയും കുഞ്ഞോളെയും കൈപിടിച്ച് അകത്തേക്ക് നടന്നുകൊണ്ട് കാവ്യ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചിരുന്നു. കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുറപ്പാണെങ്കിൽ എന്തുകൊണ്ടും നല്ല ബന്ധം തന്നെയാണ്. അകത്തേക്ക് കയറിയ യാമിയെ നോക്കിക്കൊണ്ട് രാമഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞതും അഭിയും അജുവും മെല്ലെ അകത്തേക്ക് നടന്നു. അവനോട് അഭിപ്രായം ചോദിച്ചില്ലേ നീ? രാമഭദ്രൻ ചോദ്യത്തോടെ രാജശേഖരനെ നോക്കി. അവന് താല്പര്യക്കുറവുള്ളതായൊന്നും പറഞ്ഞില്ല. രുദ്രൻ്റെ വിവാഹം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. രാജശേഖരൻ ഗൗരവത്തോടെ പറഞ്ഞു. പറയും പോലെ അങ്ങനെ ഒരു സന്താനം കൂടെ ഉണ്ടല്ലേ? എവിടെ? വന്നില്ലേ അവൻ? രാമഭദ്രൻ ഒരു ചിരിയോടെ ചോദിച്ചു. ഇല്ലേട്ടാ, അവൻ വൈകിട്ട് വരും.
സുഭദ്രാമ്മ രാജശേഖരനെ ഒന്ന് നോക്കി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അവൻ വിവാഹം കഴിച്ചിട്ട് അബിയുടെ വിവാഹം നടത്താമെന്ന് ചിന്തിക്കുന്നതിലും നല്ലത് രണ്ടാളുടെയും വിവാഹം ഒരു ദിവസം നടത്തുന്നതല്ലേ ശേഖര. അല്ല, അവനോട് ചോദിച്ചു മതി കേട്ടോ തീരുമാനം. നമ്മൾ പറയും പോലെയൊന്നും അവനെ കിട്ടില്ല. ഒരഭിപ്രായം എന്നോണം ആദ്യം പറഞ്ഞതും പിന്നെ അതൊന്നും നമ്മൾ തീരുമാനിച്ചാൽ പോരല്ലോ എന്ന ഭാവത്തിൽ തിരുത്തി പറഞ്ഞു. നീ എന്താ അൻവി ഇങ്ങനെ തണുത്ത കോഴികളെ പോലെയൊന്നും മിണ്ടാതെ? ദേ നോക്ക്, എൻ്റെ വിവാഹമാണ്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ശരി, ഇതൊന്നും ഇപ്പോൾ ഓർക്കണ്ട. മാരേജ് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇപ്പോൾ അത്രേ ഉള്ളൂ. കേട്ടല്ലോ? രണ്ടുപേരും കുളിച്ച് ഫ്രഷായി വാ. രാത്രി നല്ല പാർട്ടിയൊക്കെ ഉണ്ട്. ഞാൻ ചെന്ന് അവനെ ഒന്ന് വിളിക്കട്ടെ. അവനില്ലെങ്കിൽ ഒരൊച്ച അനക്കവും ഉണ്ടാകില്ല. മൊബൈൽ എടുത്ത് ശിവയുടെ നമ്പറിൽ കോൾ ചെയ്ത് പുറത്തേക്ക് നടന്നുകൊണ്ട് കാവ്യ പറഞ്ഞതും യാമി ഒരു ദീർഘനിശ്വാസത്തോടെ ബെഡിലേക്കിരുന്നു. എന്തേ? യാമിയുടെ ആ ഇരിപ്പ് കാണെ കുഞ്ഞോളൊരു ചിരിയോടെ അവളോട് ചോദിച്ചു. എനിക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. എന്തോ ആകെ ഒരു വല്ലായ്മ. യാമി മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. അത് കുറച്ച് കഴിയുമ്പോൾ മാറും. ഇനിയും ഒത്തിരി പേര് വരാനില്ലേ? അവരൊക്കെ നല്ല കൂട്ടാവുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. യാമിക്കൊപ്പം ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് കുഞ്ഞോൾ പറഞ്ഞു. യാമി അതിനവളെ ഒന്ന് നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞോൾ അവളുടെ ബാഗിൽ നിന്നും ഫോണെടുത്ത് മെല്ലെ ശിവയുടെ നമ്പറിലേക്ക് വിളിച്ചു. ആർക്കാ? ശിവയ്ക്കാണോ വിളിക്കുന്നത്? യാമി ചെറിയൊരു തിളക്കത്തോടെ അൻവിയെ നോക്കി ചോദിച്ചു. ബിസിയാ. ചിലപ്പോൾ കാവ്യ വിളിക്കുന്നുണ്ടാവും. കുഞ്ഞോളൊരു ചിരിയോടെ പറഞ്ഞതും യാമിയുടെ കണ്ണുകളിലെ ആ തിളക്കം മെല്ലെ കെട്ടുപോയി. ശരിക്കും ശിവയെന്താ കാവ്യയെ വിവാഹം കഴിക്കാതിരുന്നത്? യാമി അൻവിയെ നോക്കി മെല്ലെ ചോദിച്ചു. കുഞ്ഞോളി യാമി അത്രമേൽ ശ്രദ്ധയോടെ ഒന്ന് നോക്കി. അല്ല, നല്ല കുട്ടിയല്ലേ കാവ്യ, അതാ ചോദിച്ചേ. കുഞ്ഞോളെ നോട്ടം കാണെ യാമി പതർച്ചയോടെ പറഞ്ഞു. അതെന്താണെന്ന് അറിയണോ യാമിക്ക്? അൻവി യാമിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും യാമി അതേ എന്നൊരു ധൃതിയോടെ തലയാട്ടി. യാമിയുടെ കണ്ണിൽ നിന്നും തൻ്റെ ഏട്ടനെ കുറിച്ച് അവൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. കാവ്യ ഇപ്പോൾ കെട്ടാൻ പോകുന്ന ആദർശേട്ടനില്ലേ? കുഞ്ഞോൾ യാമിയുടെ കണ്ണിൽ നോക്കി മെല്ലെ പറഞ്ഞു. യാമി മെല്ലെ മൂളി. ആദർശേട്ടനും രുദ്രേട്ടനും സച്ചുവേട്ടനും ഒക്കെ 10 വരെ ഒരുമിച്ച് പഠിച്ചവരാ. ആദർശേട്ടൻ ഒരു ഹോമിയോ ഡോക്ടറാണ് ഇപ്പോൾ. പിന്നെ സാമ്പത്തികമായി ഞങ്ങളുടെ ഫാമിലി കുറച്ച് താഴ്ചയിൽ നിൽക്കുന്നവരാ ചെറുപ്പം മുതലേ. ആദർശേട്ടന് കാവ്യ ഇഷ്ടമാണ്. പക്ഷെ അത് കാവ്യക്ക് അറിയില്ലായിരുന്നു. അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയാ ഏട്ടൻ നിശ്ചയത്തിൻ്റെ അന്ന് കാവ്യ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഏട്ടൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആദർശേട്ടനെ നോക്കൂ എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു. ഏട്ടൻ കൈയൊഴിഞ്ഞവളെ അച്ഛൻ ആദർശേട്ടനുമായി അന്ന് തന്നെ വിവാഹം ഉറപ്പിച്ചു. കുഞ്ഞോൾ പതുങ്ങിയ സ്വരത്തിൽ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞതും യാമി അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്നൊരു ഭാവത്തിൽ ആലോചനയോടെ തലയാട്ടി. അപ്പോൾ അജുവേട്ടൻ പറഞ്ഞില്ലേ ശിവയ്ക്കിഷ്ടം പാർവതിയാണെന്ന്? അതോ? യാമി പെട്ടെന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു. അത് കുഞ്ഞോൾ അതിനുള്ള മറുപടി പറയാൻ വന്നതും അവളുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. ഏട്ടനാ? യാമി നോക്കി പറഞ്ഞുകൊണ്ടവൾ വേഗം കോൾ എടുത്തു. ഹലോ ഏട്ടാ. ആ പറ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശിവ അവൻ്റെ കാറിൻ്റെ കീ എടുത്ത് വീട് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഏട്ടൻ വരില്ലേ? കുഞ്ഞോളൊരു ടെൻഷനോടെ ചോദിച്ചു. ദേ ഇറങ്ങി. രാത്രി ഒരു 8 മണി, അതിനുള്ളിലെത്തും. കാർപോച്ചിൽ നിർത്തിയിട്ടിരുന്ന ആഡംബര കാറിലേക്ക് കയറിക്കൊണ്ടവൻ അവൾക്ക് മറുപടി കൊടുത്തു. ഊണ് കഴിച്ചോ? അൻവി പിന്നെയും വാടിയ മുഖത്തോടെ ചോദിച്ചു. അവൾക്ക് അടുത്തായി തന്നെ ഏറെ കൊതിയോടെ അവൻ്റെ സ്വരം കാതോർത്തുകൊണ്ട് യാമിയും. അതൊക്കെ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? മറ്റവൻ വന്നിട്ടില്ലല്ലോ. ശിവ കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് ചോദിച്ചു. ഇല്ല. വെറുതെ പേടിച്ച് നിൽക്കണ്ട. അവൻ നിന്നെ ഒരു ചുക്കും ചെയ്യില്ല. എന്തേലും പറഞ്ഞാൽ നിനക്ക് പറയാനുള്ളത് നീയും അങ്ങ് പറ. പിന്നെ വാ തുറക്കാൻ കഴിയില്ല അവന്. പിന്നെ ആ മാമിയെ കൂടെ തന്നെ ഇരുത്തിക്കോ. ഞാൻ പെട്ടെന്ന് വരാം. ശിവ ഒത്തിരി ഗൗരവത്തോടെ പറഞ്ഞതും മാമി എന്നുള്ള അവൻ്റെ വിളി കേട്ട് യാമിയുടെ കണ്ണു കൂർത്തു. ശരിയേട്ടാ, വേഗം വരണേ, വേറെങ്ങും പോകരുത്. അൻവി പിന്നെയും ഇല്ലടി. ശിവ കോൾ കട്ട് ചെയ്ത് ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. ഏട്ടൻ വരുന്നുണ്ട്. കോൾ കട്ടായതും അൻവി യാമിയെ നോക്കി പറഞ്ഞു. ഞാൻ കേട്ടു. എന്നെ മാമയെന്ന് വിളിച്ചതും കേട്ടു. യാമി അൻവിയെ നോക്കി കെറുവോടെ പറഞ്ഞതും അൻവി കുഞ്ഞൊരു ചിരിയോടെ അവളെ നോക്കി. പിന്നെ രണ്ടുപേരും വേഗം ഫ്രഷായി ഹാളിലേക്ക് ചെന്നു. അവർ വന്നപ്പോഴുള്ളതിനേക്കാൾ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ. കുഞ്ഞോള് യാമിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. വൈകിട്ടൊരു 4 മണി ആയതോടെ ആരോ സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചു. വിവാഹ മണ്ഡപത്തിൽ വെച്ചാണെങ്കിലും വീട്ടുമുറ്റത്തൊരു വലിയ പന്തലും സ്റ്റേജും ഒക്കെയുണ്ട്. പല നിറത്തിലുള്ള ലൈറ്റ്സും പൂക്കളും ഒക്കെയായി അതീവ ഗംഭീരമായി ഒരുക്കിയ പന്തൽ. വീടിനകവും പുറവും ഒരുപോലെ ബഹളം. ഓരോരുത്തരും ഓരോ തിരക്കിൽ.
പെൺകുട്ടികളെല്ലാം കയ്യിൽ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. അൻവിക്കൊപ്പം യാമിയും മൈലാഞ്ചി ഇടാനിരുന്നു. അൻവി, ദി തേജസും മനോജേട്ടനും സുമയും ഒക്കെ വന്നിട്ടുണ്ട്, വാ. സുഭദ്രാമ ഒരു തിടുക്കത്തിൽ വന്ന് അൻവിയുടെ കൈ പിടിച്ച് സിറ്റൗട്ടിലേക്ക് നടന്നു. ഞാനില്ലമ്മ അങ്ങോട്ട്, അൻവി ആകെ ഒരു പരിഭ്രമത്തോടെ പറഞ്ഞു. ദേ പെണ്ണെ, നല്ലൊരു കിഴക്ക് വെച്ച് തരും ഞാൻ. നിങ്ങളുടെ പിണക്കോ ഇണക്കോ ഒന്നും ഇവിടെ കൂടിയവർക്ക് അറിയില്ല. വാ വന്നേ. സുഭദ്രാമ അവളുടെ കൈ പിടിച്ച് സിറ്റൗട്ടിലേക്ക് നടന്നു. നിങ്ങളിട്ടോ, ഞാനിപ്പോൾ വരാം. യാമി തിടുക്കത്തിൽ എഴുന്നേറ്റ് അൻവിയുടെ പിന്നാലെ ചെന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ മനോജ്? രാമഭദ്രൻ തനുവിൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശേഷം തിരക്കി. അതൊക്കെ സുഖമായിരുന്നു ഭദ്ര. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര ആകെ കുത്തിക്കൊലുങ്ങി. എന്തൊരു റോഡാ, തനുവിൻ്റെ അമ്മ ചെറിയൊരു പൊങ്ങച്ച ഭാവത്തിൽ പറഞ്ഞു. അതേസമയമാണ് അൻവിയെ കൂട്ടി സുഭദ്രാമ അങ്ങോട്ട് വന്നത്. അൻവി മോളെ. അൻവിയെ കണ്ടതും അവർ സ്നേഹത്തോടെ വന്നവളെ കെട്ടിപ്പിടിച്ചു. യാമ അവിടെയുള്ള എല്ലാവരെയും നോക്കി. അനിയത്തിയുടെ അരികിൽ നിൽക്കുന്ന മനോജിനെ കണ്ടതും അതായിരിക്കും തനുവിൻ്റെ അച്ഛൻ എന്നവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അൻവിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അവളുടെ അമ്മയും. അപ്പോൾ അയാൾ എവിടെ? അൻവിയെ വിവാഹം കഴിച്ചയാൾ. യാമയുടെ കണ്ണുകൾ അയാളെ ഒന്ന് കാണാനായി പരതി. ഒടുവിൽ കാറിൽ നിന്നും ഒരു ബാഗുമായി ഇറങ്ങി വരുന്നയാളെ യാമി അത്രയും ആകാംക്ഷയോടെ നോക്കി. നല്ല ഒത്ത ഉയരവും വണ്ണവും ഒക്കെയുള്ള സുമുഖനായൊരു ചെറുപ്പക്കാരൻ ചെറുചിരിയോടെ സിറ്റൗട്ടിലേക്ക് കയറി വരികയാണ് അയാൾ. യാമി അയാളെ കണ്ണെടുക്കാതെ നോക്കി. ഹായ്, നിങ്ങൾ രാവിലെ എത്തിയോ? സിറ്റൗട്ടിലേക്ക് വന്നയാൾ അൻവിയെ മെല്ലെ ചേർത്ത് പിടിച്ച് അവളെ നോക്കി അതേ ചിരിയോടെ പറഞ്ഞതും അൻവി അയാളുടെ അടുത്ത് നിന്നും അസ്വസ്ഥതയോടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് യാമി ശ്രദ്ധിച്ചു. ഞങ്ങളെത്തിയപ്പോൾ ഉച്ചയായി മോനെ. സുഭദ്രാമ അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ രാജശേഖരൻ്റെ കണ്ണുകൾ ആരോടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞോളെയാണ് നോക്കുന്നത്. യാമി മെല്ലെ കുഞ്ഞോളെ കൈ പിടിച്ച് അവളോട് ചേർന്നു നിന്നു. എല്ലാവരും വന്ന കാലിൽ നിൽക്കാതെ ഫ്രഷായി വാ. നേരം ഇരുട്ടി. പിള്ളേരുടെ വക എന്തൊക്കെയോ കലാപരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് തുടങ്ങും. രാമഭദ്രൻ ചിരിയോടെ പറഞ്ഞതും താനു തൻ്റെ ഏട്ടൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. അവർക്ക് പിന്നാലെ മനോജും സുമയും. സുഭദ്രാമ അൻവിയെ കുത്തുന്നൊരു നോട്ടത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. കുഞ്ഞോൾ അകത്തേക്ക് ചെല്ലെ. രാജശേഖരൻ അവളെ നോക്കി മെല്ലെ പറഞ്ഞതും അവൾ അനുസരണയോടെ അകത്തേക്ക് നടന്നു. അവൾക്കൊപ്പം യാമിയും. പിന്നീട് അങ്ങോട്ട് ശിവ പറഞ്ഞതുപോലെ യാമി അവൾക്കൊപ്പം തന്നെ നിന്നു. തേജസ് പലപ്പോഴും അൻവിയെ കണ്ട് സംസാരിക്കാനായി വന്നെങ്കിലും യാമി അവർക്കിടയിലുള്ളത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവനെ. രാത്രി ഇരുട്ടിയതും എല്ലാവരും മുറ്റത്തേക്കിറങ്ങി. അവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. യാമിയും അൻവിയും സ്റ്റേജിന് അടുത്തേക്ക് പോകാതെ സിറ്റൗട്ടിൽ തന്നെ ഇരുന്നു. കാവ്യെ നടുക്ക് നിർത്തി ചുറ്റും നിന്ന് പാട്ട് പാടുകയാണ് അവളുടെ ഫ്രണ്ട്സും അബേട്ടനും മറ്റ് കസിൻസും ഒക്കെ. അജു പക്ഷേ അതിനൊന്നും നിൽക്കാതെ മാറി നിൽക്കുന്നുണ്ട്. തേജും തനുവും എല്ലാം സ്റ്റേജിലുണ്ട്. അൻവി ഫോണെടുത്ത് ശിവയ്ക്ക് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ട് എങ്കിലും എടുക്കുന്നില്ല. രണ്ടാമത് വീണ്ടും വിളിക്കാൻ നിന്നതും വലിയൊരു ഹോൺ മുഴക്കിക്കൊണ്ട് ശിവയുടെ കാർ ഗേറ്റ് കടന്ന് വീട് മുറ്റത്തേക്ക് നിർത്തി. യാമിയുടെ കണ്ണുകൾ തിളക്കത്തോടെ നോക്കിയെങ്കിൽ അൻവി വല്ലാത്തൊരു സമാധാനത്തോടെ ഒന്ന് നിശ്വസിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറന്ന് ശിവ പുറത്തേക്ക് ഇറങ്ങിയതും കാവ്യ സ്റ്റേജിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഒപ്പം തന്നെ സ്റ്റേജിലെ പാട്ടും കൂടുതൽ ഉച്ചത്തിലായി. യാമിയുടെ കണ്ണുകൾ അത്രമേൽ തിളക്കത്തോടെ നോക്കി. ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് സാറ്റിൻ സിൽക്ക് ഫുൾ സ്ലീവ് ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. യാമി ഇതുവരെ അങ്ങനെയുള്ള വേഷത്തിലൊന്നും അവനെ കണ്ടിട്ടേയില്ല. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. കുഞ്ഞോളി യാമിയുടെ കൈ പിടിച്ച് സ്റ്റേജിന് അരികിലേക്ക് നടന്നു. അപ്പോഴേക്കും കാവ്യ ശിവയെ കൂട്ടി നേരെ സ്റ്റേജിലേക്ക് കയറിയിരുന്നു. കൂടുതൽ ആരവത്തോടെ മുറുകിയ പാട്ട് പുതിയൊരു തുടക്കം കാത്ത് പതുങ്ങിയതും കാവ്യയെ ചേർത്ത് പിടിച്ച് സ്റ്റേജിലേക്ക് കയറിയ ശിവ ഉച്ചത്തിൽ പാടുന്നതിനൊപ്പം അവളെ ചേർത്ത് പിടിച്ച് താളത്തിൽ സ്റ്റെപ്പ് വെച്ചു. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ അവിടെ താഴെ നിൽക്കുന്ന അൻവിയിലേക്കായതും അവൻ സ്റ്റേജിൽ നിന്ന് ചാടി അവളെ കൂടെ പിടിച്ച് സ്റ്റേജിലേക്ക് കയറി മെല്ലെ ഡാൻസ് ചെയ്തു. ഗൗരവത്തോടെ ഇരുന്ന രാജശേഖരൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി എരിഞ്ഞു. ആ വലിയ കുടുംബം മുഴുവനും അവൻ്റെ ആരവത്തിൽ പുഞ്ചിരിയോടെ കൈകൊട്ടി. ഇത്തിരി എന്തോ മിനുക്കിയിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. കാതോറും കുശുമ്പോടെയുള്ള സരസ്വതിയമ്മയുടെ വാക്കുകൾ കേൾക്കെ തൻ്റെ ആരൊക്കെയോ ആയി ദൈവം അവനെ ചേർത്ത് വെച്ചിട്ടും ആർക്കും ആരുമല്ലാതെയായി മിഴി നിറച്ചു നിന്നവൾ പൊടുന്നനെ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. പാട്ടിൻ്റെ താളവും ആർപ്പിയുടെയും കൂടുതൽ ഉച്ചത്തിലായി കൊണ്ടിരുന്നു. പാട്ടും മേളവും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും ആർപ്പിവിളിയും എല്ലാം സമയം മുന്നോട്ട് നീങ്ങുന്തോറും കൂടി വന്നു. മാറി നിന്ന അജുവും തനുവും അബിയും അവരുടെ മറ്റ് കസിൻസ് എല്ലാവരും ആട്ടവും പാട്ടവുമായി സ്റ്റേജിൽ നിറഞ്ഞു നിന്നു. അതിൽ നിന്നെല്ലാം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ യാമി തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. കാണാൻ ഒത്തിരി മുഖങ്ങൾ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും കണ്ണുകൾ ഒരുവനിൽ മാത്രം തങ്ങി നിൽക്കുന്നത് പോലെ, അവനോട് എന്തൊക്കെയോ പറഞ്ഞു പരിഭവിക്കുന്നത് പോലെ.
ഒരു നോട്ടം പോലും കനിയാതെ ആഘോഷങ്ങളിൽ മുഴുകി നിൽക്കുന്നവനെ കാണുന്തോറും അവളുടെ കണ്ണുകൾ എന്തെന്നറിയാതെ നിറഞ്ഞു പോകുന്നു. ആ തിരക്കുകൾക്കിടയിൽ നിന്നെല്ലാം യാമി മെല്ലെ പിന്തിരിഞ്ഞു നടന്നു. അർഹതയില്ലാത്തതെന്തൊക്കെയോ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടെന്നവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. മിഴികൾ തെളിനീർ തടാകം പോലെ തുളുമ്പി നിൽക്കുന്നു. ആഡംബര ലൈറ്റുകൾക്കിടയിൽ നിന്നെല്ലാം അകന്നു മാറി സിറ്റൗട്ടിലെ തിണ്ണയിൽ വന്നിരുന്നു. സ്റ്റേജിൽ ഇപ്പോഴും നിറഞ്ഞ ചിരിയോടെ ആടിപ്പാടി നിൽക്കുന്നവനെ കാണാം. കാവ്യയും കുഞ്ഞോളെയും ചേർത്ത് നിർത്തി അവർക്കൊപ്പം ആഘോഷിക്കുന്നവൻ. മറ്റെങ്ങോട്ടും മിഴികൾ മാറ്റാതെ അവനെ തന്നെ നോക്കി നിന്നു പോകെ യാമിക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? വാ, അങ്ങോട്ട് വാ. ശിവയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കെ പിന്നിൽ നിന്നും പെട്ടെന്നാണ് അബിയുടെ ശബ്ദം കേട്ടത്. യാമി ഒരു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുകയാണവൻ. കരിനീല നിറത്തിലുള്ള ഷർട്ട് അവിടെ ഇവിടെയായി വിയർപ്പിൽ നനഞ്ഞിരിക്കുന്നു. അബിയെ കണ്ടതും യാമി ഒന്ന് ചിരിച്ചതല്ലാതെ അവൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വെള്ളം വേണം തനിക്ക്? അബി അവളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു. യാമി ചെറു ചിരിയോടെ മെല്ലെ വേണ്ടെന്ന് തലയനക്കി. എന്താടോ, എന്ത് പറ്റി? ആകെ ഒരു മൂഡ് ഓഫ്. ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ഉന്മേഷമൊന്നും ഇല്ലല്ലോ. അബി നെറ്റിച്ചുളിച്ച് അവളെ നോക്കി ചോദിക്കുന്നതിനൊപ്പം മെല്ലെ അവളുടെ അടുത്തേക്കിരുന്നു. ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ നിങ്ങളുടെ പാട്ടും ഡാൻസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നതാ. നല്ല രസമുണ്ട് കാണാം. പിന്നെ അഭിയേട്ടൻ്റെ ഏട്ടൻ നന്നായി കളിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് സന്തോഷത്തിലാണെന്ന് നോക്കിയേ. തൊണ്ടയിടറി പോകുമോ എന്നൊരു പേടിയോടെ അവൾ അഭിയെ നോക്കി നോവ് കലർന്നൊരു ചിരിയോടെ പറഞ്ഞു. ആര്? രുദ്രനോ? അവൻ ഇങ്ങനെ തന്നെയാ. വീട്ടിൽ നമ്മളോട് കാണിക്കുന്ന ജാടയൊന്നും പുറത്തു നിന്ന് കാണിക്കില്ല. പിന്നെ തല്ലി പിടിക്കാൻ മാത്രമല്ല, ഇങ്ങനെ ചില കലാപരിപാടികൾ കൂടെ അവൾക്ക് നല്ല വശമാണ്. പക്ഷെ പ്രശ്നം ഇതല്ല. ഇപ്പോൾ അവിടെ കൂടിയവരൊക്കെ അവൻ എൻജോയ് ചെയ്യിപ്പിക്കുന്നില്ലേ? അതുപോലെ തന്നെ അവരെ മൊത്തം വെറുപ്പിക്കാനും അവനറിയാം. അതിനൊരു മടിയും ഇല്ല. സ്റ്റേജിൽ കുഞ്ഞോളുടെ കൂടെ കപ്പിൾസ് ഡാൻസ് കളിച്ചു നിൽക്കുന്ന ശിവയെ നോക്കി അഭി ചിരിയോടെ പറഞ്ഞു. യാമി വാടിയൊരു ചിരിയോടെ ശിവയെ തന്നെ നോക്കിയിരുന്നു. യാമിക്കിപ്പോൾ തൻ്റെ ഫാമിലിയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടല്ലേ? അഭി അവളെ നോക്കി മെല്ലെ ചോദിച്ചു. യാമി നേർത്ത ചിരിയോടെ അവനെ നോക്കി. എനിക്കെൻ്റെ ഫാമിലിയെ മിസ് ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല ബേട്ടാ, അത് വർഷങ്ങളായി. ഇതൊക്കെ ഇപ്പോൾ ശീലമാണ് എനിക്ക്. യാമി നേർത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും സ്റ്റേജിൻ്റെ നേർക്ക് നോക്കിയിരുന്നു. ഹാ, താനിങ്ങനെ സെൻറ്റിയാവാതെടോ. വാ, നമുക്കും കൂടെ അവിടെ പോയി ആഘോഷം ചോറാക്കാം. അബി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞു. ഏയ് ഞാനില്ല ബേട്ടാ. അബേട്ടൻ ചെല്ല്, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. യാമി അവനൊപ്പം പോകാതെ അവിടെ തന്നെ ഇരുന്നു. ചുമ്മാ വാടോ, ഡാൻസ് ഒന്നും ആരും പഠിച്ചിട്ടല്ലല്ലോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. താൻ വാ, അതൊക്കെ താനേ വന്നോളൂ. അബി അവളെ വീണ്ടും വിളിച്ചു. വേണ്ടെന്നേ, എനിക്ക് വയ്യ. യാമി അവനൊപ്പം പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ നമുക്കിവിടെ ഇരുന്ന് അവളുടെ ഡാൻസ് കാണാം. അവൾ കൂടെ വരുന്നില്ലെന്ന് കണ്ടതും അബി നല്ലൊരു ചിരിയോടെ അവളുടെ അടുക്കിലിരുന്നു. അവരൊക്കെ അന്വേഷിക്കില്ലേ? യാമി ചോദ്യത്തോടെ അവനെ നോക്കി. അന്വേഷിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ലേ? അബി സ്റ്റേജിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു. ശിവയും കുഞ്ഞോളും സ്റ്റേജിൽ നിന്നിറങ്ങി അവർക്ക് നേരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെ വിയർപ്പിൽ കുതിർന്നിരിക്കുന്നു എങ്കിൽ കൂടി പല നിറത്തിലുള്ള ആ ലൈറ്റ്സിൻ്റെ വെളിച്ചത്തിൽ തന്നെ വെളുത്ത നിറമുള്ളവൻ്റെ ദേഹത്തെ ആ വിയർപ്പ് തുള്ളികൾക്ക് പോലും വല്ലാത്ത തിളക്കം തോന്നി. ശിവ നേരെ വന്ന് അബി ഇരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറമായി വന്നിരുന്നതും കുഞ്ഞോള് നേരെ അകത്തേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് കൊണ്ടുവന്ന് ശിവയുടെ കയ്യിലേക്ക് കൊടുത്തു. നോക്കരുത് എന്ന് മനസ്സ് വാശി പിടിച്ച് യാമിയുടെ കണ്ണുകൾ അവനെ തേടിച്ചെന്നു. ഇരിക്ക്. അബി യാമിയുടെ അടുത്തേക്ക് അല്പം നീങ്ങിക്കൊണ്ട് കുഞ്ഞോൾക്ക് ഇരിക്കാനായി സ്ഥലം കൊടുത്തു. യാമി എന്തേ ഇങ്ങോട്ട് പോന്നു? ഞാൻ അവിടെയൊക്കെ നോക്കി, കണ്ടില്ല. കുഞ്ഞോളൊരു ചിരിയോടെ പറഞ്ഞതും യാമി അവളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് നോക്കി ഒന്നും മിണ്ടാതെയിരുന്നു. ശിവ ഇപ്പോഴും സ്റ്റേജിലേക്ക് നോക്കി അലസമായി വെള്ളം കുടിക്കുകയാണ്. അബി. കുറച്ചപ്പുറം മാറി നിന്ന അജു അബിയെ വിളിച്ചതും അബി മെല്ലെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു. യാമിക്ക് വിശക്കുന്നുണ്ടോ? കുഞ്ഞോൾ അവളെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. ഏയ് ഇല്ലല്ലോ, യാമി പെട്ടെന്ന് പറഞ്ഞു. പിന്നെന്താ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ. യാമി എന്ത് മറുപടി പറയുമെന്നറിയാത്തപ്പോൾ വല്ലായ്മയോടെ ഇരുന്നു. കുഞ്ഞോളെ, ഇത്തിരി വെള്ളം കൊണ്ടുവന്നേ. ആനി കുറച്ച് ദൂരെ നിന്നും കുഞ്ഞോളെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കുഞ്ഞോള് വേഗം എണീറ്റ് അകത്തേക്ക് പോകാൻ നിന്നതും ശിവ അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. അടുത്തെത്തി നിൽക്കുന്നുണ്ടല്ലോ, വെള്ളം വേണേ അവളെടുത്ത് കൊടുത്തോളും. നീ ഇവിടെ ഇരിക്ക്. ആനിയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന തനുവിനെ കണ്ണ് കാണിച്ചുകൊണ്ട് ശിവ കുഞ്ഞോളെ അകത്തേക്ക് അയക്കാതെ പിടിച്ചു വെച്ചു. ഏട്ടത്തി അവിടെ സംസാരിച്ച് നിൽക്കല്ലേ, ഞാൻ എടുത്ത് കൊടുത്തോളാം ഏട്ടാ. വെറുതെ ഒരു പ്രശ്നം വേണ്ട. കുഞ്ഞോൾ അവൻ്റെ കൈ വിടിയിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് ആനിയുടെ അടുത്തേക്ക് നടന്നു. ഇപ്പോഴിവിടെ ശിവയും യാമിയും മാത്രമായി. സ്റ്റേജിലേക്ക് നോക്കിയിട്ടാണ് ശിവയുടെ ഇരിപ്പ്. കുറച്ചു കഴിഞ്ഞതും
കാല് രണ്ടും തിണ്ണയിലേക്ക് കയറ്റി വെച്ച് ഈ നടക്കുന്ന പാർട്ടിയിലൊന്നും ഒരു താല്പര്യവുമില്ലെന്ന ഭാവത്തിലായി അവൻ്റെ ഇരിപ്പ്. യാമയുടെ കണ്ണുകൾ പലതവണ അരികിലിരിക്കുന്നവനെ നോക്കിയെങ്കിലും അവനിൽ നിന്നൊരു നോട്ടം അത് വന്നതേയില്ല. സത്യത്തിൽ യാമി അവിടെ ഇരിക്കുന്നത് പോലും ശിവ കാണുന്നില്ല എന്നതുപോലെ. കാട്ടുപോത്ത്. യാമി പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ചുണ്ടനക്കി. അരികെ നിന്ന ചുണ്ടനക്കം കേട്ട ശിവ അവളെ തിരിഞ്ഞു നോക്കുന്നത്. എന്താടി മുറുമുറുക്കുന്ന? ശിവ അവളെ നോക്കി രൂക്ഷമായി ചോദിച്ചു. നീ എന്നോട് മിണ്ടാൻ വരണ്ടപ്പോ. കണ്ണുകളിൽ തീക്ഷ്ണത ഒട്ടും കുറയ്ക്കാതെ യാമി അവനെ നേർക്ക് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, നിന്നോട് മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് വെള്ളം കിട്ടാതെ ചാവുമല്ലോ അല്ലേ? ശിവ അങ്ങേയറ്റം പുച്ഛത്തോടെ പറഞ്ഞതും അത്രയും നേരം അടക്കി പിടിച്ച നൊമ്പരം അത്രയും അവളുടെ കണ്ണുകളിൽ കണ്ണുനീരായി ഉരുണ്ടുകൂടി വന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ശിവയുടെ പുരികം വില്ലുപോലെ വളഞ്ഞു. എന്താടേ, നീ കരയാണോ? അവൻ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചതും യാമ കണ്ണ് രണ്ടും അമർത്തി തുടച്ചു കൊണ്ട് അവൻ അവിടെ നിന്നും മുഖം തിരിച്ചിരുന്നു. ഡി മാമി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ മൂങ്ങുവാണോന്ന്? അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് കാര്യമായി ചോദിച്ചു. ആണെങ്കിൽ തന്നെ നിനക്കെന്താ? കണ്ണുനീരൊഴുകുന്ന കവിളിണകൾ വാശിയോടെ തുടച്ചുകൊണ്ടവൾ അവനെ കലിയോടെ നോക്കി. എനിക്കെന്ത്, നീരുന്നു മോങ്ങടി. അവളുടെ ദേഷ്യം കാണെ അവൻ അതിലും ദേഷ്യത്തോടെ പറഞ്ഞു. പോടാ. യാമി അവനെ അവൾക്കരികിൽ നിന്നും ദൂരേക്ക് തള്ളി. ദേഹത്ത് തൊട്ട് കളിച്ച എൻ്റെ വിധം മാറുവേ, പറഞ്ഞേക്കാം. പിന്നെ തരുന്നത് വാങ്ങി ഇതിലും നന്നായി മൂങ്ങിയിരിക്കേണ്ടി വരും. നെഞ്ചിൽ പിടിച്ച് ദൂരേക്ക് തള്ളുന്നവളുടെ കൈ തണ്ടയിൽ പിടിമുറുക്കിക്കൊണ്ടവൻ ഒരു ഭീഷണി പോലെ പറഞ്ഞതും യാമി അവൻ്റെ കണ്ണിലേക്ക് ഒറ്റുനോക്കി. എന്തിനോ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞുപോയി. അത് കാണെ ശിവ അവളുടെ കയ്യിലെ പിടുത്തം മെല്ലെ അയച്ച് അവളിൽ നിന്നും അല്പം അകന്നിരുന്നു. എന്താ പ്രശ്നം പറ? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇരുന്നെങ്കിലും ശിവ മെല്ലെ അവളോട് കാര്യം തിരക്കി. യാമ അവനെ നോക്കിയതുമില്ല, ഒന്നും മിണ്ടിയതുമില്ല. വാ തുറന്ന മുത്തു കൊഴിഞ്ഞു വീഴില്ലെങ്കിൽ പറഞ്ഞാൽ മതി. മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ കാണാൻ ശിവയ്ക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. ഒന്നുമില്ല, പെട്ടെന്ന് എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വന്നു, അതാ. അവന് കൂടുതൽ ദേഷ്യം വന്നാൽ ഇന്നത്തോടെ തന്നോട് മിണ്ടൊന്നും തന്നെ നിർത്തുമെന്ന് തോന്നിയവൾ പെട്ടെന്ന് പറഞ്ഞു. ഓ അതാണോ? എന്നാൽ അത് ചോദിക്കുമ്പോൾ വാ തുറന്ന് പറഞ്ഞാൽ എന്താ നിനക്ക്? ശിവ അലസമായി മറ്റെങ്ങോ നോക്കി പറഞ്ഞതും യാമി അവൻ എങ്ങോട്ടാ നോക്കുന്നതെന്ന് നോക്കി. അവൻ നോക്കുന്നത് കാവ്യൻ നിൽക്കുന്നതിന് നേർക്കാണ്. നഷ്ടബോധമുണ്ടോ ശിവയ്ക്ക്? യാമി പെട്ടെന്ന് ചോദിച്ചതും ശിവ നെറ്റി ചുളിച്ചവനെ തിരിഞ്ഞു നോക്കി. അല്ല, ആദർശേട്ടന് കാവ്യെ വിട്ടുകൊടുത്തതിൽ നഷ്ടം തോന്നുന്നുണ്ടോ? യാമി അവളുടെ ചോദ്യം വ്യക്തമാക്കി. കാര്യം മനസ്സിലായതും ശിവ അവളെ നോക്കി ചിരിയോടെ ഒന്ന് തലയാട്ടി. തലയാട്ടാതെ ചോദിച്ചതിന് മറുപടി പറ മോനെ ശിവരുദ്ര, പറ. എവിടെയോ ഒരു നഷ്ടബോധം ഇല്ലേ മനസ്സിൽ? യാമി അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് ഒരു രഹസ്യം പോലെ ചോദിച്ചു. വേണമെന്ന് തോന്നിയതൊന്നും ഇന്നേ വരെ ഈ ശിവ കൈവിട്ട് കളഞ്ഞിട്ടില്ല മോളെ. മാമി, ലവളെ എനിക്ക് വേണമെന്ന് തോന്നിയിരുന്നേ. ആദർശമല്ല, അവൻ്റെ തന്ത വന്ന് ചോദിച്ചാൽ പോലും വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കാൻ എനിക്ക് കഴിയും. വേണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാ ഒഴിഞ്ഞത്. അവളെ നോക്കിയൊരു താളത്തിൽ അവൻ പറയെ യാമി അവൻ്റെ മുഖത്തേക്കുറ്റു നോക്കുകയായിരുന്നു. പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു നിരാശഭാവം ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയത്തോടെ. പക്ഷേ അവൾ തോറ്റുപോയി. അവൻ അങ്ങനെയൊരിഷ്ടം കാവ്യയോടില്ല എന്നാണ് അവൾക്ക് തോന്നിയത്. അതെന്താ വേണ്ടാത്തെ? കാവ്യക്ക് എന്തോ ഒരു കുഴപ്പം? നല്ല കുട്ടിയല്ലേ. നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല, അതാ പറഞ്ഞത്. ഓ, വലിയ സൽമാൻ ഖാൻ വന്നേക്കുന്നു. നിന്നെ കേട്ടാൻ ഏതോ കൊമ്പത്തെ ഐശ്വര്യറായി വരുമെന്ന് വിചാരമുണ്ട് നിനക്ക്. യാമി കറുവോടെ പറഞ്ഞതും ശിവ താടി തടവി ഒരു ചിരിയോടെ തലയാട്ടി. അല്ല, ശരിക്കും നിനക്ക് എങ്ങനത്തെ കുട്ടിയെയാ ഇഷ്ടം? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. യാമി കുതിച്ചുയരുന്നൊരു വെമ്പലോടെ ചോദിച്ചു. എനിക്കോ? ശിവ ചോദ്യത്തോടെ അവളെ നോക്കിയതും യാമി അതേ എന്ന പോലെ തലയാട്ടി. എന്തോ അവൻ പറയാൻ പോകുന്ന മറുപടി ഓർക്കെ അവൾക്ക് വല്ലാതെ നെഞ്ചടി പേറി. ആദ്യം മാമി പറ, മാമിക്ക് എങ്ങനെയുള്ള ചെക്കനെയാണ് നോക്കേണ്ടതെന്ന്. ആ ഇരിക്കുന്നവൻ ഓക്കെയാണോ? അല്ലെങ്കിൽ അവൻ, അല്ല ആ ഗ്രീൻ ഷർട്ട്, അതൊക്കെയാണോ? അവരിയ്ക്കുന്നതിന് മുന്നിലായുള്ള ആൾക്കൂട്ടത്തിൽ നിന്നും ഓരോരോ ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവൻ ചോദിച്ചതും ദേഷ്യം കൊണ്ട് യാമയുടെ മൂക്കിൻ തുമ്പ് വിറച്ചുപോയി. പറ, ഏത് ടൈപ്പ് വേണം? നാടൻ വേണോ അതോ മോഡേൺ വേണോ? ഫിറ്റ് ബോഡി വേണോ അതോ സോഫ്റ്റ് ബോഡി വേണോ? ശിവ വീണ്ടും ഓരോ ചെറുപ്പക്കാരെ കാണിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു. എന്തായാലും നിന്നെപ്പോലൊന്നിനെ വേണ്ട എനിക്ക് അബേട്ടനെ പോലെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റായ ഒരാളെ മതി. യാമി പെട്ടെന്ന് വല്ലാത്തൊരു ദേഷ്യത്തിൽ ഇത്തിരി നാണം ഭാവിച്ചു കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. ഓഹോ, അവൻ. ഇടയ്ക്ക് ഇത്തിരി ചൊറിയാണെങ്കിലും നീയും അതേ കൂട്ടായതുകൊണ്ട് നിനക്കവൻ ഓക്കെയാണ്. വെരി ഗുഡ് സെലക്ഷൻ. നിങ്ങൾ ചേരും.
ഒരു നിമിഷം പോലും വൈകാതെ അത്രയും ആത്മാർത്ഥമായൊരു മറുപടി പറയും പോലെ ശിവ പറഞ്ഞതും യാമിക്ക് അവനോട് കൂടുതൽ ദേഷ്യം തോന്നി. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫീലിങ്സ് തന്നോടുണ്ടോ എന്നൊരു പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം അവൻ ആ പ്രതീക്ഷയെ അപ്പാടെ തകർക്കുന്നു. ഇനി എനിക്ക് എങ്ങനത്തെ പെണ്ണ് വേണമെന്നല്ലേ മാമിയുടെ ചോദ്യം? ഇപ്പോൾ സമയം എത്രയായി? ആ, ഒരു 5 മിനിറ്റ്. ആളെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. കയ്യിൽ കെട്ടിയ വാച്ചിലേക്കും ഗേറ്റിന് നേരെയും നോക്കിക്കൊണ്ടവൻ പറയെ യാമയുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം മാറി പതിയെ അവൻ ആരെക്കുറിച്ചായി പറഞ്ഞു വരുന്നത് എന്നൊരു സംശയമായി. ഹാ, വന്നല്ലോ. ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്തേക്ക് ഒരു ആഡംബര കാർ വന്നു നിന്നതും ശിവ യാമയെ നോക്കി അങ്ങോട്ടേക്ക് കണ്ണ് കാണിച്ചു. അവളുടെ ഹൃദയം അത്രയും വേഗത്തിൽ മിടിച്ചു തുടങ്ങി. കണ്ണുകൾ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നവർ ആരാണെന്നറിയാൻ വ്യഗ്രത കൂട്ടി. ഓഫ് വൈറ്റ് നിറത്തിലുള്ള കാഞ്ചിപുരം പട്ടുസാരി എടുത്ത് ലളിതമായ ട്രഡീഷണൽ ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് മധ്യവയസ്കയായൊരു സ്ത്രീ ആ കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയതും യാമി ശിവയെ ഒന്ന് നോക്കി. ഇതല്ല, അടുത്തത്. ശിവ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ തന്നെ നോക്കി കാര്യഭാവത്തിൽ പറയെ യാമി പിന്നെയും അങ്ങോട്ട് നോക്കി. ആ സ്ത്രീക്ക് പിന്നാലെ അതുപോലെ തന്നെ സാരി എടുത്തൊരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി. യാമി വീണ്ടും ഹൃദയതുടിപ്പോടെ ശിവയെ നോക്കി. അതുമല്ല, നെക്സ്റ്റ്. ശിവ അവളെ നോക്കാതെ തന്നെ വീണ്ടും പറഞ്ഞതും യാമിക്ക് ദേഹമൊക്കെ തളരുന്ന പോലെ തോന്നി. കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങൾ ചില്ലു കഷ്ണങ്ങൾ പോലെ നിലത്തേക്ക് ചിന്നി ചിതറി വീഴുന്നു. നൊമ്പരം വിങ്ങി തുടങ്ങിയൊരു മനസ്സോടെ അവൾ വീണ്ടും ആ കാറിനടുത്തേക്ക് നോക്കിയതും കടും ചുവപ്പ് നിറത്തിലുള്ള കാൽത്തുട പോലും മറഞ്ഞിട്ടില്ലാത്തൊരു വെസ്റ്റേൺ സ്കിൻ ഫിറ്റ് ഫ്രോക്ക് ധരിച്ച് ഗോൾഡൻ നിറമുള്ള നീളമുള്ള മുടിയിഴകൾ അടിച്ചിട്ട് ചുണ്ടിൽ ചുവന്ന ചായം പൂശി അത്രയും മോഡേൺ ആയൊരു പെൺകുട്ടി ഇറങ്ങിയതും യാമി മെഴിഞ്ഞ കണ്ണുകളോടെ ശിവ നോക്കി. കെട്ടുന്നുണ്ടെങ്കിൽ ദേ അതുപോലൊരുത്തിയെ വേണം കെട്ടാൻ. ശിവ ആ പെൺകുട്ടിയിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുക്കാതെ പറഞ്ഞതും യാമി അവൻ്റെ മുഖത്തേക്ക് നോക്കി തറഞ്ഞു നിന്നുപോയി. തൻ്റെ കഴുത്തിൽ വീണ താലിക്കും ഈ ഹൃദയത്തിനും മറ്റവകാശം ഉണ്ടായിരുന്നു. അവളാകെ പരിഭ്രമിച്ചു പോയി. യാമി ശിവയെ കണ്ണെടുക്കാതെ നോക്കി. ആ തുണിയെടുക്കാത്തവളെയാണോ ശിവയ്ക്കിഷ്ടം? യാമി ചെറിയ പകപ്പോടെ തന്നെ അവനോട് ചോദിച്ചു. അവളുടെ ദേഹത്ത് പിന്നെ തുണിയല്ലാതെ ഓല മെടഞ്ഞതാണോടി? യാമിയുടെ ചോദ്യം കേൾക്കെ ശിവ ചൂടിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. അതിന് തുണിയെന്ന് നീ മാത്രമേ പറയൂ. ഞങ്ങളൊക്കെ കർച്ചീഫ് എന്നാ പറയാറ്. ആ പെൺകുട്ടി ധരിച്ച വസ്ത്രത്തോടോ അവളുടെ രീതികളോടോ ഒന്നും യാതൊരു വിദ്വേഷവും ഇല്ലെങ്കിൽ കൂടി ശിവയോട് തർക്കിക്കണം എന്നൊരു ചോദ്യോടെ യാമി കണ്ണു കുറിപ്പിച്ചവനെ നോക്കി. അല്ലേലും ഈ ഓളം കയറാ മൂലയിൽ നിന്ന് ലോകം കാണാതെ മൂത്ത് മുരടിച്ചു പോയ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശിവ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഓ, നീ പിന്നെ ജനിച്ചതും വളർന്നതുമല്ല ജോർജ് ബുഷിൻ്റെ വീട്ടിലല്ലേ? ഇത്രയ്ക്കങ്ങ് പുരോഗമനവാദിയായവൻ യാമി അവനെ നോക്കി ചോദിച്ചു. എടി രവീന്ദ്രൻ്റെ മോളെ, നീ എങ്ങോട്ട് നോക്ക്. ഇവിടെയുള്ള ഒരൊറ്റ മനുഷ്യൻ അവർക്ക് മുൻപരിചയമില്ല. എന്നിട്ടും എത്ര സ്മാർട്ട് ആൻഡ് കോൺഫിഡൻ്റ് ആയാണ് അവൾ എല്ലാവർക്കും മുന്നിൽ നിൽക്കുന്നതെന്ന് നോക്ക്. പെൺപിള്ളേരായാൽ അങ്ങനെ വേണം നിൽക്കാൻ. അതുമാത്രമല്ല, ഒരു പെണ്ണിന് വേണ്ടതെല്ലാം അവൾക്ക് പക്ക കറക്റ്റാണ്. യാമിയുടെ ചോദിച്ചുള്ള സംസാരം കേൾക്കെ അവളെ നോക്കി ദഹിപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞു. അതെന്താ ആ കറക്റ്റ്? എനിക്ക് മനസ്സിലായില്ല. ദേഷ്യം കൊണ്ട് ചുവന്ന മൂക്കിൻ തുമ്പൊന്ന് അമർത്തി തുളച്ചു കൊണ്ടവൾ ശിവയെ കണ്ണുകൊണ്ട് കൂർപ്പിച്ചു നോക്കി. അല്ലെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്ത നിന്നോടൊക്കെ സംസാരിക്കാനിരുന്ന എന്നെ പറഞ്ഞാൽ മതി. ശിവ തികഞ്ഞ പുച്ഛത്തോടെ സ്റ്റേജിലേക്ക് മുഖം തിരിച്ചു. രാജശേഖരൻ്റെ മോൻ ശിവരുത്തേ, ഇങ്ങോട്ട് എൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്നിട്ട് പറ, ഒരു പെണ്ണിനെ വേണ്ട എന്താ അവൾക്ക് കറക്റ്റായിട്ടുള്ളത്? യാമി അവൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടി മറയോന്തേ, ആണൊരുത്തൻ ഒരു പെണ്ണിനെ നോക്കി അവൾക്കെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും നിനക്കില്ലല്ലോ. അങ്ങോട്ട് നോക്ക്. അവളുടെ ബോഡി ഷേപ്പ് കണ്ടോ? ആ സ്ട്രക്ചർ എനിക്ക് കറക്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? സ്ട്രക്ചർ മാത്രമല്ല, പെരുമാറ്റവും നോട്ടവും ചിരിയും എല്ലാം കൊള്ളാം. ശിവ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് കവൽ കുത്തിപ്പിടിച്ചവളെ ആ പെൺകുട്ടിയെ നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, നീ ഇത്രയ്ക്ക് ചീപ്പാണോ? യാമി പല്ലിളിച്ചൊരു നികൃഷ്ട ജീവിയെ പോലെ അവനെ നോക്കി. ഇതിലെന്ത് ചീപ്പ്? എനിക്കിഷ്ടം ഇതാണെന്ന് പറയുന്നതിൽ എവിടെയാടി മാമി ചീപ്പും കോപ്പും ഒക്കെ? ശിവ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഒരു പെണ്ണിനെ നോക്കി ഇങ്ങനെയാണോ പറയുക? ഓ, പിന്നെ നീയല്ലേ കുറച്ച് മുമ്പ് നിനക്ക് അബിയെ പോലെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയ ആളെ മതിയെന്ന് പറഞ്ഞത്. ആ സ്വീറ്റും സോഫ്റ്റൊക്കെ നീ എവിടെയാ ഏത് ടൈമിലാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ കടന്നങ്ങ് ഞാൻ ചിന്തിച്ച നീയും ചീപ്പ് വർത്താനം തന്നെയല്ലേ പറഞ്ഞത്? ശിവ അവളെ നോക്കി ഒരു പുച്ഛഭാവത്തിൽ തന്നെ ചോദിച്ചു. ഞാനതിനങ്ങനൊന്നും ചിന്തിച്ചില്ല, യാമി പെട്ടെന്ന് പറഞ്ഞു. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണം? വേറെ ആളെ നോക്കും മോളെ. ഒരുത്തനെ കണ്ട അവനെ അടിമുടി സ്കാൻ ചെയ്യാൻ നിങ്ങൾ പെൺപിള്ളേർ പൊളിയാണെന്ന് എനിക്കറിയാം.
പിന്നെയാ ഇത്. ശിവ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും യാമി അവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. ശിവ. യാമിയും ശിവയും പോരുകോയ്ക്കളെ പോലെ കൊമ്പ് കോർത്തു നിൽക്കുന്നതിനിടെ പെട്ടെന്നാണ് നേരത്തെ കാറിൽ വന്നിറങ്ങിയ ആ പ്രായം ചെന്ന സ്ത്രീ അവന് നേർക്ക് വന്നത്. യാമി അവരെ കണ്ണെടുക്കാതെ നോക്കി. നല്ല ഐശ്വര്യമുള്ളൊരമ്മ. അവരെ കണ്ടതും ശിവ ഒരു ചിരിയോടെ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് അവരെ കെട്ടിപ്പിടിച്ചു. അത് കാണെ യാമിയും മെല്ലെ എഴുന്നേറ്റ് നിന്നു. ഏട്ടാ. അവർക്ക് പിന്നാലെ തന്നെ സാരി എടുത്ത ആ പെൺകുട്ടിയും അവൻ്റെ അരികിലേക്ക് വന്നു. അച്ഛൻ വന്നില്ലേടി? ശിവ അവളെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു. ഇല്ല, അച്ഛൻ നാളെ വൈകിട്ടേ വരൂ. അവളൊരു ചിരിയോടെ പറയെ യാമിയുടെ കണ്ണുകൾ ആ പെൺകുട്ടിയുടെ പിന്നിലായി. അത്രയും വിനയത്തോടെ അതിലേറെ ബഹുമാനത്തോടെ നിൽക്കുന്ന ആ റെഡ് കളർ ഫ്രോക്കിട്ട പെൺകുട്ടിയിലായി. അവളുടെ കയ്യിൽ ഒരു വലിയ ഐപാഡ് ഉണ്ട്. ഇരു കൈയിലും കൂട്ടിപ്പിടിച്ച് ആ അമ്മയ്ക്കും മകൾക്കും പിന്നിലായി നിൽക്കുന്നവൾ. ഹായ് സർ, ഹൗ ഹാവ് യു ബീൻ? അവൾ ശിവയെ നോക്കി മനോഹരമായ ചിരിയോടെ ചോദിച്ചതും യാമിയുടെ കണ്ണുകൾ പൊടുത്തനെ ശിവയുടെ മുഖത്തേക്കായി. വെൽ, പ്രത്യേക ഭാവമാറ്റമൊന്നുമില്ലാതെ അവൻ അവൾക്ക് മറുപടി കൊടുത്തതും യാമിയുടെ മുഖം സംശയത്തോടെ ചുളിഞ്ഞു. നീ കഴിച്ചോടാ? ആ സ്ത്രീ ശിവയെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല, നിങ്ങൾ ചെല്ല്. യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ? ശിവ തിരികെ അവൻ മുൻപിൽ നിന്ന് അവിടേക്ക് തന്നെ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഈ കുട്ടി ഇതാരാ ശിവ? മുൻപ് കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. യാമിയെ കണ്ടതും അവരൊരു സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് ദേവു. രാജശേഖരൻ്റെ ഗൗരവത്തോടെയുള്ള ആ പറച്ചിൽ. അച്ഛൻ അവർക്കടുത്തേക്ക് വരുന്നത് കണ്ടതും ശിവ അച്ഛനെ നോക്കാതെ മറ്റെങ്ങും നോക്കിയിരിക്കുന്നതായി ഭാവിച്ചു. അച്ഛൻ്റെ പെങ്ങളാണോ ഇത്? അമേരിക്കയിലുള്ള രാജശേഖരൻ ദേവു എന്ന് വിളിച്ചത് കേൾക്കെ യാമി അരികെ നിൽക്കുന്ന ശിവയോട് മെല്ലെ തിരക്കി. അതിന് ശിവ തീർത്തും അലസമായൊന്ന് മൂളിക്കൊടുത്തു. യാമിയുടെ കണ്ണുകൾ ആ സ്ത്രീയെ കൂടുതൽ വക്രതയോടെ നിരീക്ഷിച്ചു. മുതലാളിയുടെ 3 ആൺമക്കളില്ലേ? അതിലൊരാൾ അമേരിക്കയിലുള്ള ആളുടെ സഹോദരിയുടെ മകനാണ്. അന്ന് സരസ്വതിയമ്മ പറഞ്ഞ കാര്യം യാമി അവരെ സൂക്ഷിച്ചു നോക്കി. പിന്നെ ശിവയെയും. എവിടെയെങ്കിലും അവൻ അവരുടെ സാമ്യതകളുണ്ടോ? ഉണ്ട്, എവിടേക്കെയോ. ശിവ അവരെ പോലെയാണ്. പക്ഷേ ഈ രാജശേഖരനും സഹോദരിയും തമ്മിൽ നല്ല സാമ്യമുണ്ട്. യാമിക്കാകെ സംശയമായി. എന്തോ ആ വീട്ടിൽ ശിവയ്ക്കൊരു സ്ഥാനം നൽകുന്നില്ല. അല്ലെങ്കിൽ അങ്ങനൊരു സ്ഥാനം അവൻ ആ വീട്ടിൽ എടുക്കുന്നില്ല എന്നത് അവൾ ഇതിനു മുൻപേ തന്നെ ശ്രദ്ധിച്ചതാണ്. രാജശേഖരൻ്റെ മക്കൾ സഹോദരി പുത്രൻ, അത് ശിവ ആയിരിക്കുമോ എന്നൊരു സംശയവും തോന്നിയിരുന്നു. അപ്പോൾ ആ സംശയം ഉറപ്പിക്കണോ അതോ സത്യം അറിയാൻ വീണ്ടും ചിക്കിച്ചികയണോ എന്നറിയാതെ അവൾ നിന്നുപോയി. ആണോ? അതാ എനിക്ക് കണ്ടു പരിചയമില്ലാത്തത്. എന്താ കുട്ടിയുടെ പേര്? ദേവായിനി യാമിയെ നോക്കി ചിരിയോടെ അന്വേഷിച്ചു. യാമി രവീന്ദ്രൻ. അവൾ അവരെ നോക്കി നവനത്തൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. സംസാരിക്കാട്ടോ നമുക്ക്. ഇപ്പോൾ ഒന്ന് കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. അവർ സൗമ്യമായി പറഞ്ഞുകൊണ്ട് മെല്ലെ അകത്തേക്ക് കടന്നതും അവർക്ക് പിന്നാലെ തന്നെ കൂടെ വന്ന 2 പെൺകുട്ടികളും നടന്നുപോയി. പ്രണയിനിയെ കണ്ടിട്ട് പണ്ട് കടപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. നീ എന്താ അങ്ങനെ? അവരകത്തേക്ക് കയറിയതും യാമി ശിവയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. പ്രണയിനിയോ? ആരുടെ? ശിവ അവളെ പരിഹാസത്തോടെ നോക്കി. നീയല്ലേ പറഞ്ഞത് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. യാമി അവനെ കെറുവോടെ നോക്കി. എനിക്ക് അവളുടെ രൂപവും പെരുമാറ്റവും ഇഷ്ടമാണെന്ന എൻ്റെ മാമി ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാനും അവളും പ്രേമത്തിലാണെന്നല്ല. ശിവ തൊഴു കൈയോടെ അവളെ നോക്കി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞതും യാമിയുടെ ചുണ്ടിൽ അറിയാതൊരു ചിരി വിരിഞ്ഞുപോയി. അപ്പോൾ പിന്നെ നിനക്ക് ആരോടെ പ്രേമം? 4 തുമ്പ് കടിച്ചൊരു കള്ളഭാവത്തിൽ അവൾ ശിവയെ നോക്കി ചോദിച്ചു. ഓ, അങ്ങനെ എനിക്ക് പ്രേമിക്കാൻ പറ്റൊരുത്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ പ്രേമം അതെനിക്കത്ര താല്പര്യമുള്ള കേസല്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അതിലും വലിയ സുഖം എവിടുന്നും കിട്ടില്ല. അത് പെണ്ണിനായാലും ആണിനായാലും. ശിവ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നതിനൊപ്പം ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു. ശരിക്കും ആരെ കണ്ടിട്ടും അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയില്ലേ? യാമി അവൻ്റെ പിന്നാലെ ചെന്ന് വല്ലാത്തൊരു കൊതിയോടെ ചോദിച്ചു. എങ്ങനെ ഫീലിങ്സ്? ശിവ അവളെ നോക്കി സ്വയം പുച്ഛിക്കുന്ന പോലെ ചിരിച്ചു. അതൊരാളെ കണ്ട പ്രത്യേക ഒരു ഇഷ്ടം തോന്നില്ലേ? അവർ നമ്മുടെ സ്വന്തമാണെന്ന് തോന്നില്ലേ? അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ലേ ശിവയ്ക്ക്? സ്റ്റേജിന് മുന്നിൽ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് നോക്കി സിഗരറ്റ് ആഞ്ഞു പുകയ്ക്കുന്നവനെ നോക്കി യാമി ഒരു നെഞ്ചിടിപ്പോടെ ചോദിച്ചു. പിന്നെ ഇവിടെ സ്വന്തമെന്ന് പറയുന്നവരൊക്കെ സ്വന്തമാണോന്ന് അറിയാതെ നിൽക്കുമ്പോഴാ അടുത്തതൊന്നിനെ കൂടെ സ്വന്തമെന്ന് പറഞ്ഞ് തലയിലേറ്റുന്നത്. നീ ഒന്ന് പോയ പെണ്ണെ, മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്താതെ. ശിവ സിഗരറ്റ് കാലിനടിയിലേക്ക് ഇട്ട് ചവിട്ടി ഞെരിച്ചു കൊണ്ടൊരു അസ്വസ്ഥതയോടെ പറഞ്ഞതും യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നുപോയി. യാമി. പെട്ടെന്നാണ് അഭി യാമിയെ വിളിച്ചത്. യാമി ഒരു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. എങ്കിൽ ശിവ അലസമായി അവനെ ഒന്ന് നോക്കി. വാ, അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു.
യാമി പോണോ പോണ്ടേ എന്നപ്പോൾ ശിവയെ നോക്കിയതും ശിവ അവൾക്ക് അരികിൽ നിന്നും മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. യാമി അവനെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നുപോയി. പിന്നെ അഭി വീണ്ടും വിളിച്ചതും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു.